ഹായ് എവരി വൺ. EMRS 2025 നോട്ടിഫിക്കേഷൻ ഇന്നലെ ഔട്ടായിട്ടുണ്ട്. അധ്യാപക അനധ്യാപക തസ്തികകളിലായി 7267ഓളം ഒഴിവുകളാണ് നമുക്കിപ്പോൾ നിലവിലുള്ളത്. ഒരുപാട് അധ്യാപക ഒഴിവുകൾ നമുക്ക് വരുന്നുണ്ട്. PGT പ്രിൻസിപ്പൽ പോസ്റ്റുകളിലേക്കൊക്കെ ഉള്ള ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ പലരും ഇന്നലെ തന്നെ മെസ്സേജ് ചെയ്തൊക്കെ ചോദിക്കുന്നുണ്ട്, നമുക്ക് കേരളത്തിൽ ഒഴിവുകൾ ഉണ്ടോ എന്നുള്ളത്. കേരളത്തിലും ഒഴിവുകൾ വരുന്നുണ്ട്. നമുക്ക് അറിയാം, ഈ ഒരു EMRS എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യയിൽ ആണ് ഇതിന്റെ സ്കൂളുകൾ. ഇന്ത്യയിൽ ഏകദേശം ഒരു 700-ലേറെ സ്കൂളുകൾ നമുക്ക് ഏകലവ്യ സ്കൂളുകളുണ്ട്. ഇതിൽ 4 ജില്ലകളിലായിട്ട് നമ്മുടെ ഇടുക്കി, വയനാട്, കാസർഗോഡ്, പാലക്കാട് ജില്ലകളിലായിട്ട് നമുക്ക് ഏകലവ്യ സ്കൂളുകളുണ്ട്. അപ്പോൾ ഈ സ്കൂളുകളിലേക്കുള്ള നിരവധി അവസരങ്ങളാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ നോട്ടിഫിക്കേഷനിലുള്ളത്. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്, എങ്ങനെയാണ് ഇതിന്റെ പോസ്റ്റുകൾ ഏതൊക്കെയാണ് വരുന്നത്, ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്, ആർക്കൊക്കെ നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യാം, എക്സാമിന്റെ പാറ്റേൺ എങ്ങനെയാണ്, എങ്ങനെ എക്സാമിന് വേണ്ടി നമുക്ക് തയ്യാറെടുക്കാം, അതോടൊപ്പം തന്നെ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെയുള്ള അധ്യാപക ഒഴിവുകളെ കുറിച്ചൊക്കെയുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് പ്രധാനമായിട്ടും വന്നിട്ടുള്ള വേക്കൻസികൾ എന്ന് പറയുമ്പോൾ PGT പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചറാണ് അല്ലെ, PGT വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ TGT, ദെൻ പ്രിൻസിപ്പൽ പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. ദെൻ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോസ്റ്റുകൾ, ലാബ് അറ്റൻഡന്റ്, അതുപോലെ തന്നെ ഹോസ്റ്റൽ വാർഡൻ, അങ്ങനെയുള്ള നിരവധി പോസ്റ്റുകളാണ് നമുക്ക് ഉള്ളത്. പ്രിൻസിപ്പലിന് ഏകദേശം ഒരു 225ഓളം വേക്കൻസികൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ PGT വിവിധ വിഷയങ്ങളിലായിട്ട് 1460ഓളം വേക്കൻസികളുണ്ട്. PGT ആണെങ്കിൽ 3962 വേക്കൻസികളാണ് PGTക്ക് ഉള്ളത്. ഓക്കെ, ദെൻ ഫീമെയിൽ സ്റ്റാഫ് നഴ്സിന് 550 വേക്കൻസി ഉണ്ട്. ഹോസ്റ്റൽ വാർഡന് 635ഓളം വേക്കൻസികളുണ്ട്. അക്കൗണ്ടന്റ് 61 വേക്കൻസിയാണ് ഉള്ളത്. ദെൻ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഈ പോസ്റ്റിൽ 228 വേക്കൻസികളുണ്ട്. ലാബ് അറ്റൻഡന്റിന് 146. അങ്ങനെ ടോട്ടൽ 7267 വേക്കൻസികളാണ് നമുക്കിപ്പോൾ നിലവിലുള്ളത്. ഓഫ്ലൈൻ ആയിട്ടാണ് നമുക്ക് എക്സാമുകൾ ഉണ്ടാവുക. അതുപോലെ സെലക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ 2 എക്സാം ആണുള്ളത്. ടയർ 1ഉം ടയർ 2ഉം ഉണ്ടാവും. ടയർ 1 എന്ന് പറയുമ്പോൾ പ്രിലിമിനറി എക്സാമിനേഷൻ ആണ്. ടയർ 2ലാണ് കൂടുതൽ നമ്മുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. ദെൻ ഇന്റർവ്യൂവിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ ഉണ്ടാവുക. ഓക്കെ, ദെൻ സാലറി എന്ന് പറയുമ്പോൾ ആസ് പെർ ദ പോസ്റ്റ്, ഒരുപാട് പോസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിലെ സാലറിയിൽ മാറ്റമുണ്ട്. നല്ല സാലറി തന്നെയാണ്. ദെൻ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഈ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ജോബിന്റെ ലൊക്കേഷൻ വരുന്നത് നമുക്കറിയാം, അക്രോസ് ഇന്ത്യ നമുക്ക് ഈ ഒരു ഏകലവ്യ സ്കൂൾസ് ഉണ്ട്. പലരും ഇന്നലെ മെസ്സേജ് ചെയ്ത് ചോദിച്ചിരുന്നു കേരളത്തിലുണ്ടോ എന്നുള്ളത്. കേരളത്തിലുണ്ട്. 4 ജില്ലകളിലായിട്ട് ഇടുക്കി, വയനാട്, കാസർഗോഡ്, പാലക്കാട്, ഈ ജില്ലകളിലൊക്കെ നമുക്ക് ഏകലവ്യ സ്കൂൾസ് ഉണ്ട്. ദെൻ നമുക്ക് ഓരോ വേക്കൻസികൾ എത്രയാണ് ഓരോ സബ്ജക്റ്റുകളിലും വരുന്ന വേക്കൻസികൾ എന്നുള്ളത് നോക്കാം. PGTയിലുള്ള വേക്കൻസിയാണ്. PGT എന്ന് പറയുമ്പോൾ നമുക്കറിയാം പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ടീച്ചറാണ് അല്ലെ. ഹയർ സെക്കൻഡറി ലെവലിൽ വരെയാണ് പഠിപ്പിക്കേണ്ട വരിക. +1 +2. ചില സ്കൂളുകളിൽ ഹൈസ്കൂൾ ലെവൽ തൊട്ടും, അതായത് 9th 10th +1 +2 കൂടെ നോക്കേണ്ടതായിട്ട് വരും. അപ്പോ PGT എന്താന്നുള്ളത് ഈ പറഞ്ഞ പോലെ തന്നെ ഡൗട്ട് ആയിട്ട് തന്നെ മെസ്സേജിൽ ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഒന്ന് എടുത്തു പറഞ്ഞത്. PGT എന്ന് പറയുമ്പോൾ നമുക്ക് നോർമലി +1 +2 ആണ്. പക്ഷെ ചില സ്കൂളുകളിൽ 9th 10th കൂടെ എടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ ഇതില് ഇംഗ്ലീഷിൽ നമുക്ക് 112 വേക്കൻസികളാണുള്ളത്. അതുപോലെ ഹിന്ദിയിൽ 81 വേക്കൻസിയും മാത്സിൽ 169 വേക്കൻസി വരുന്നുണ്ട്. കെമിസ്ട്രി 159 വേക്കൻസി വരുന്നുണ്ട്. ഫിസിക്സ് 198 വേക്കൻസിയാണ് വരുന്നത്. അതുപോലെ തന്നെ ബയോളജി 133 വേക്കൻസി വരുന്നുണ്ട്. ബോട്ടണി, സുവോളജി ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ ഹിസ്റ്ററി 140 വേക്കൻസി. ദെൻ ജിയോഗ്രഫി 98 വേക്കൻസിയാണ്. കൊമേഴ്സ് 120 വേക്കൻസി വരുന്നുണ്ട്. എക്കണോമിക്സ് 155. ദെൻ കമ്പ്യൂട്ടർ സയൻസിന് 154 വേക്കൻസിയാണ് വരുന്നത്. അങ്ങനെ PGTക്ക് മാത്രമായിട്ട് 1460 വേക്കൻസി വരുന്നുണ്ട്. ഓക്കെ, അതിൽ SC ST എത്ര വേക്കൻസി ആണുള്ളത് എന്നുള്ള കാര്യം ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക്
അടുത്തത് TGT വേക്കൻസി എങ്ങനെയാണെന്നുള്ളത്. TGTയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ CTET ഉള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റൂ. CTET നിർബന്ധമാണ്. ഡിഗ്രി വേണം, CTET നിർബന്ധമാണ്. ഓക്കെ. പക്ഷേ നമ്മുടെ PGT എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ PGTയുടെ കേസിൽ ഇവിടെ സെറ്റ് ആവശ്യമില്ല. അപ്പൊ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ജസ്റ്റ് ഇവിടെ ഒന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇവിടെ TGT ആവുമ്പോൾ നമുക്ക് സെറ്റ് നിർബന്ധമാണ്. സെറ്റ് ഉള്ളവർ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റൂ. ഹിന്ദിയിൽ TGT എന്ന് പറയുമ്പോൾ നമുക്ക് 1ാം ക്ലാസ് തൊട്ട് 8 വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കേണ്ടതായിട്ട് വരും. ഓക്കെ. അപ്പോ ഇവിടെ വരുന്നത് 31 വേക്കൻസി STക്ക് വരുന്നുണ്ട്. ദെൻ SC വരുന്നത് 63 വേക്കൻസി, OBC 114 വേക്കൻസിയാണ് ഹിന്ദിയിൽ വരുന്നത്. EWS കാറ്റഗറിയിൽ വരുന്നവർക്ക് 42 വേക്കൻസി ഉണ്ട്. UR 174 വേക്കൻസി. അങ്ങനെ ടോട്ടൽ 424 വേക്കൻസിയാണ് ഹിന്ദിക്കുള്ളത്. ഓക്കെ. ദെൻ TGT ഇംഗ്ലീഷിന് 395 വേക്കൻസി വരുന്നുണ്ട്. ദെൻ മാത്സില് 381 വേക്കൻസിയാണുള്ളത്. സോഷ്യൽ സ്റ്റഡീസിന് 392 വേക്കൻസി ഉണ്ട്. TGT സയൻസിന് 408 വേക്കൻസി ഉണ്ട്. ദെൻ കമ്പ്യൂട്ടർ സയൻസിന് 550 വേക്കൻസി. അങ്ങനെ TGTയിൽ നമുക്ക് ടോട്ടൽ ആയിട്ട് 2550 വേക്കൻസി വരുന്നുണ്ട്. ഇനി KVയുടെ നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതിനൊക്കെ നമുക്ക് എന്തായാലും CTET എന്തായാലും എഴുതിയെടുക്കണം. നമുക്ക് KVയുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ വരുമ്പോൾ അതിലും ഇതുപോലെ ഒരുപാട് വേക്കൻസികൾ വരും. അത് അപ്ലൈ ചെയ്യാനായിട്ട് CTET നിർബന്ധമാണ്. ഓക്കെ. ആ കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ദെൻ നമ്മുടെ TGT വേക്കൻസി മിസലേനിയസ് കാറ്റഗറി, അതായത് മ്യൂസിക്, ആർട്ട്, PT ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വേക്കൻസി വരുന്നുണ്ട്. മ്യൂസിക്കില് 314 വേക്കൻസി ഉണ്ട്. ആർട്ടിന് 279 വേക്കൻസി വരുന്നുണ്ട്. PT മെയില് ഫീമെയില് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. മെയില് 173 വേക്കൻസിയാണുള്ളത്. ദെൻ ഫീമെയില് 299 വേക്കൻസി വരുന്നുണ്ട്. അതുപോലെ തന്നെ ലൈബ്രറിയൻ തസ്തികയില് 124 ഒഴിവുകളാണ് വരുന്നത്. അങ്ങനെ ടോട്ടൽ നമുക്കിവിടെ 1189 ഒഴിവുകൾ വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൽ OBS, SC, ST ഒക്കെ പ്രത്യേകം വേറെ വേറെ തന്നെ ഒഴിവുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. അത് നിങ്ങളുടെ സബ്ജക്ട് ഏതാണെന്ന് വെച്ചാൽ നോട്ട് ചെയ്താൽ മതി. ഞാൻ അത് വെറുതെ റിപ്പീറ്റ് അത് പറഞ്ഞ് സമയം കളയുന്നില്ല. ദെൻ നമുക്ക് ഇവിടെ അടുത്തതായിട്ട് വരുന്നത് നോൺ ടീച്ചിങ് പോസ്റ്റുകളാണ്. ഹോസ്റ്റൽ വാർഡൻ മെയിലും ഫീമെയിലും വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഹോസ്റ്റൽ വാർഡൻ മെയിൽ പോസ്റ്റിന് 346 ഒഴിവ്, ഫീമെയിൽ പോസ്റ്റിനാണെങ്കിൽ 289 ഒഴിവുണ്ട്. ഫീമെയിൽ സ്റ്റാഫ് നഴ്സിന് 550 ഒഴിവുകൾ വരുന്നുണ്ട്. അക്കൗണ്ടന്റ് 61 ഒഴിവുകളുണ്ട്. ദെൻ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് 228 ഒഴിവുകൾ വരുന്നുണ്ട്. ലാബ് അറ്റൻഡന്റിന് 146 ഒഴിവുകൾ വരുന്നുണ്ട്. അങ്ങനെ 1620 വേക്കൻസികൾ ഇവിടെയും വരുന്നുണ്ട്. നോൺ ടീച്ചിങ്ങിലും വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ ടീച്ചിങ് മേഖലയിലൊക്കെ നോക്കുന്നവർക്ക് വളരെ നല്ലൊരു അവസരമാണ് വന്നിട്ടുള്ളത്. മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഒരുപാട് സമയം നമുക്ക് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. എങ്കിൽ കൂടി ഒരു 3 മാസം എന്തായാലും നമുക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ നന്നായിട്ട് നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്യുക എക്സാമിന് വേണ്ടിയിട്ട്. ഇവിടെ നമുക്ക് ആദ്യം PGT നിരവധി സബ്ജക്റ്റുകൾ ഉണ്ട്. അപ്പൊ അതിൽ ഓരോ സബ്ജക്റ്റുകൾക്കും ക്വാളിഫിക്കേഷനിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും പിന്നീട് നമ്മൾ അപ്ലോഡ് ചെയ്യും. ഇപ്പൊ കോമൺ ആയിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ എന്നുള്ള PGTയുടെ പോസ്റ്റിന് അത്യാവശ്യം വേണ്ടത് മാസ്റ്റർ ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇൻ ദ റെലവൻറ്റ് സബ്ജക്ട്. ഓക്കെ. അപ്പൊ മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞത് മറ്റൊന്നും അല്ല. ഇപ്പൊ ബയോളജിയുടെ കേസ് ആണെങ്കിൽ PGT ബയോളജി എന്നുള്ള പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ബോട്ടണി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം, സുവോളജി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം, ലൈഫ് സയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറയും. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർക്ക് വേണ്ട ബേസിക് ക്വാളിഫിക്കേഷനിൽ മാസ്റ്റർ ഡിഗ്രി വേണം, MSc വേണം, ദെൻ BEd നിർബന്ധമാണ്. ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത് 40 ഇയേഴ്സ് ആണ്. അതുപോലെ SC ST അങ്ങനെയുള്ള OBCക്കൊക്കെ റിലാക്സേഷൻ ഉണ്ട്. ഏജ് റിലാക്സേഷൻ ഫോർ റിസർവ് കാറ്റഗറീസ് ആസ് പെർ ഗവൺമെന്റ് റൂൾസ്. ഓക്കെ. ഇപ്പൊ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്കറിയാം നമ്മുടെ കേരള PSC ഒക്കെ ആണെങ്കിൽ PGT അല്ലെങ്കിൽ നമുക്ക് അവിടെ HSST എന്നുള്ള പോസ്റ്റ് ആണ് അല്ലെ, അതിൽ സെറ്റ് ഉള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കൂ. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു കാര്യമില്ല. ഇവിടെ MSc മതി, MSc വിത്ത് BEd മാത്രം മതി. പക്ഷെ TGTയുടെ കാര്യം എങ്ങനെയാ വരുന്നത്? TGT എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ ബാച്ചിലേഴ്സ് ഡിഗ്രി വേണം, BEd വേണം, CTET വേണം. CTET നിർബന്ധമാണ്. CTET ഉണ്ടെങ്കിൽ മാത്രമേ TGT എന്നുള്ള പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റൂ. ഇവിടെ ഏജ് ലിമിറ്റ് വരുന്നത് 35 ഇയേഴ്സ് ആണ് കേട്ടോ.
അതുപോലെ തന്നെ ഇവിടെ നമുക്ക് SC/ST OBCക്കൊക്കെ ഏജിന്റെ റിലാക്സേഷൻ ഉണ്ട് ആസ് പെർ ഗവൺമെന്റ് നോംസ്. ദെൻ പ്രിൻസിപ്പൽ പോസ്റ്റിന് മാസ്റ്റേഴ്സ് ഡിഗ്രി വേണം, B.Ed വേണം, 10 വർഷത്തെ എക്സ്പീരിയൻസ് കൂടെ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ബാക്കിയുള്ളതിലൊന്നും എക്സ്പീരിയൻസ് പറയുന്നില്ല. പക്ഷെ പ്രിൻസിപ്പൽ എന്നുള്ള ഈ ഒരു പോസ്റ്റിന് minimum 10 years of teaching experience including at least 3 years as the vice principal or equivalent position. ഏജ് ലിമിറ്റ് വരുന്നത് 50 years ആണ്. ഇവിടെയും റിലാക്സേഷൻ ഉണ്ട് കേട്ടോ ഏജിന്. ദെൻ വൈസ് പ്രിൻസിപ്പൽ എന്നുള്ള പോസ്റ്റിലേക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി വേണം. എക്സ്പീരിയൻസ് ഇവിടെ 2 years ആണ്. മിനിമം 2 years ഓഫ് എക്സ്പീരിയൻസ് ആസ് എ PGT ഓർ ഇൻ ഇക്വാലന്റ് പൊസിഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ ക്വാളിഫിക്കേഷനിൽ മാറ്റമുണ്ട്. പ്രിൻസിപ്പലിന്റെ ക്വാളിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് 10 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇതിൽ തന്നെ 3 വർഷം വൈസ് പ്രിൻസിപ്പൾ ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഇക്വാലന്റ് പൊസിഷനിലോ വർക്ക് ചെയ്തിരിക്കണം. പക്ഷെ വൈസ് പ്രിൻസിപ്പൾ എന്നുള്ള പോസ്റ്റിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് മതി. അതോടൊപ്പം തന്നെ PGT അല്ലെ, PGT ആയിട്ടുള്ള 2 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ആണ് ഇവിടെ നോക്കുന്നത്. ഏജ് ലിമിറ്റ് വരുമ്പോൾ വൈസ് പ്രിൻസിപ്പലിന് 45 years വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. Then relaxation for reserved categories as per government norms. Then ഫീമെയിൽ സ്റ്റാഫ് നഴ്സിന്റെ ഒഴിവുകളുണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതിൽ നമുക്ക് BSc in നഴ്സിംഗ് ആണ് ആവശ്യമായിട്ടുള്ളത്. ദെൻ റെഗുലർ കോഴ്സ് ഇൻ BSc നഴ്സിംഗ് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട്. ദെൻ രജിസ്റ്റേർഡ് ആസ് എ നഴ്സ് ഓർ നഴ്സ് മിഡ്വൈഫ് വിത്ത് എനി സ്റ്റാഫ് നഴ്സിംഗ് കൗൺസിൽ. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഇവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതായത് 2.5 years 2.5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. മിനിമം ഒരു 50 ബെഡഡ് ഹോസ്പിറ്റലിലുള്ള 2.5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഹോസ്റ്റൽ വാർഡൻ, നമ്മൾ മെയിലിനും ഫീമെയിലിനും വേറെ വേറെ തന്നെ ഒഴിവുകൾ കൊടുത്തിട്ടുണ്ട്. 4 years ഇന്റഗ്രേറ്റഡ് ഗ്രാജുവേഷൻ ഡിഗ്രി കോഴ്സ് ഓഫ് റീജിയണൽ കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ ഓഫ് NCERT ഓർ ബാച്ചിലേഴ്സ് ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. ഡിഗ്രി ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ദെൻ അക്കൗണ്ടന്റ് പോസ്റ്റിലേക്ക് കൊമേഴ്സിലുള്ള ബിരുദമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ദെൻ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് JSA ഈ ഒരു പോസ്റ്റിലേക്ക് സീനിയർ സെക്കൻഡറി, അതായത് +2 സർട്ടിഫിക്കറ്റ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ബോർഡ് ആൻഡ് possessing minimum speed of 35 words per minute in English typing or 30 words per minute in Hindi typing. ഓക്കെ, അപ്പോൾ ടൈപ്പിങ്ങിന്റെ സ്പീഡ് കൂടി ചോദിച്ചിട്ടുണ്ട്. +2 മതി. ദെൻ ലാബ് അറ്റൻഡന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്നത് 10th ആണ്. 10ാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാം. ദെൻ ഡിപ്ലോമ ഇൻ ലബോറട്ടറി ടെക്നിക് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ബോർഡ് ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട്. Then 12th class with science stream from a recognized stream institute. Okay, then നമ്മളിവിടെ ഏജ് ലിമിറ്റിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പ്രിൻസിപ്പൾ ആകുമ്പോൾ 50 വയസ്സ് വരെ അപേക്ഷിക്കാം. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് SC/ST OBC പോലെയുള്ളവർക്കൊക്കെ ഏജിൽ റിലാക്സേഷൻ ഉണ്ട്. PGT എന്നുള്ള പോസ്റ്റിന് 40 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റും. PGT ആകുമ്പോൾ 35 വയസ്സാണ് പറ്റും. ഓക്കെ, PGT ഫീമെയിൽ സ്റ്റാഫ് നഴ്സ്, ഹോസ്റ്റൽ വാർഡൻ, ദെൻ ഈ പോസ്റ്റുകൾക്കൊക്കെ 35 വയസ്സ് വരെയുള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റൂ. റിലാക്സേഷൻ ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും. അക്കൗണ്ടന്റ് പോസ്റ്റിലേക്കും അതുപോലെ തന്നെ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ലാബ് അറ്റൻഡന്റ് 30 വയസ്സ് വരെയാണ്. 30 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഇനി ഇതെങ്ങനെയാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്? നമ്മൾ സൈറ്റ് ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സൈറ്റിൽ ലോഗിൻ ചെയ്തിട്ടാണ് നമ്മൾ അപ്ലിക്കേഷൻ നമ്മൾ സമർപ്പിക്കേണ്ടത്. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മൾ ഫീ പേയ്മെന്റ് കൂടി വരുന്നുണ്ട്. അതിനെ കുറിച്ചുകൂടി നമുക്കൊന്ന് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ദെൻ അതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളിടത്താണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആദ്യം ഈ ഒരു സൈറ്റിൽ കയറിയതിന്റെ ശേഷം ന്യൂ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യാം. ദെൻ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക, അവിടെ ചോദിക്കുന്ന ഡീറ്റെയിൽസ് കൊടുക്കുക. ദെൻ ജനറേറ്റ് യുണീക്ക് ലോഗിൻ ID ആൻഡ് പാസ്വേഡ്. ഓക്കെ, ID പാസ്വേഡ് ഒക്കെ നമുക്ക് കിട്ടും. ആ ഒരു ലോഗിൻ ID വെച്ചാണ് പിന്നീട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ഫിൽ ആപ്ലിക്കേഷൻ ഫോം, എൻ്റെ പേഴ്സണൽ എഡ്യൂക്കേഷൻ ആൻഡ് കോൺടാക്ട് ഇൻഫർമേഷൻ. അതായത് നമുക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് ഏതാ പോസ്റ്റ് എന്നുള്ള ഓപ്ഷൻസ് വരും. അതിൽ കയറി നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്, കോൺടാക്ട് ചെയ്യാനുള്ള ഇൻഫർമേഷൻസ് ഒക്കെ അവിടെ കൊടുക്കാം. ദെൻ അടുത്തത് നമ്മുടെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അതായത് ഫോട്ടോഗ്രാഫ്, ദെൻ സിഗ്നേച്ചർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ്സ്, ഇങ്ങനെയുള്ള 3 കാര്യങ്ങൾ നമുക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മുടെ ഫോട്ടോ, സിഗ്നേച്ചർ, സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യണം. ദെൻ അത് കഴിഞ്ഞാൽ
നമ്മുടെ ഫീസ് നമ്മൾ പേയ്മെന്റ് ചെയ്യേണ്ടതായിട്ടാണ്. പേ ദ ആപ്ലിക്കേഷൻ ഫീ ആസ് പെർ യുവർ കാറ്റഗറി യൂസിങ് ഓൺലൈൻ പേയ്മെന്റ് മെത്തേഡ്സ്. അത് നമുക്ക് നമ്മുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നമ്മുടെ UPI ഒക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഒന്നുകൂടി ചെയ്ത കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് ഒന്നുകൂടി ചെക്ക് ചെയ്യണം. അതിനുശേഷം ഇതിന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുന്നത് നല്ലതാണ്. കാരണം ഇത് നമുക്ക് എന്തെങ്കിലും ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് ചെക്ക് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ദെൻ ഇനി അപ്ലിക്കേഷൻ ഫീയുടെ കാര്യം കൂടെ ഒന്ന് പറയാം. അപ്ലിക്കേഷൻ ഫീയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഫീമെയിൽ, SC, ST, PWBD ഇവർക്ക് ഏത് പോസ്റ്റ് ആണെങ്കിലും എന്ത് വരുന്നില്ല, ഇവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഫീ വരുന്നില്ല. ഓക്കെ, അപ്ലിക്കേഷൻ ഫീ വരുന്നില്ല. പക്ഷെ ശ്രദ്ധിക്കണം, അപ്ലിക്കേഷൻ ഫീ വരാത്തതുള്ളൂ, പ്രോസസ്സിംഗ് ഫീ ഉണ്ട് കേട്ടോ. 500 രൂപ പ്രോസസ്സിംഗ് ഫീ വരുന്നുണ്ട്. ഒരിക്കൽ കൂടി ഇവിടെ നിന്ന് പറയുന്നുണ്ട് അപ്ലിക്കേഷൻ ഫീയുടെ കാര്യം. അതായത് നമ്മുടെ ഫീമെയിൽസിനും നമ്മുടെ SC, ST, PWBD ഇത്രയും വരുന്ന ഈ കാൻഡിഡേറ്റ്സിനൊന്നും തന്നെ അപ്ലിക്കേഷൻ ഫീ വരുന്നില്ല. പക്ഷേ പ്രോസസ്സിംഗ് ഫീ ഒരു 500 രൂപ വരും. ദെൻ ഇതില് നമുക്ക് ഇങ്ങനെയുള്ള ഫീമെയിൽസ് ആണെങ്കിൽ അല്ലെങ്കിൽ SC, ST, PWBD ഇതിലാകെ ടോട്ടൽ വരിക പ്രിൻസിപ്പലിന് 500 രൂപ. ദെൻ PGT, TGT, നോൺ ടീച്ചിങ് സ്റ്റാഫിനൊക്കെ ഏകദേശം എന്നല്ല ഇത്രയും പോസ്റ്റുകളിൽ വരുന്ന സ്ത്രീകൾക്കും SC, ST, PWBD ഈ കാറ്റഗറിയിൽ വരുന്നവർക്കും 500 രൂപ മാത്രമാണ്. അത് പ്രോസസ്സിംഗ് ഫീ ആയിട്ട് 500 രൂപ വരും. ഓക്കെ, നമ്മൾ പറഞ്ഞു ഈ ഒരു കാര്യം. ഫീമെയിൽസിന് SC, ST, PWBD ഇത്രയും കാൻഡിഡേറ്റ്സിന് ഏത് പോസ്റ്റ് ആണെങ്കിലും ഇവിടെ നമ്മുടെ അപ്ലിക്കേഷൻ ഫീ ഇല്ല. ഓക്കെ, അപ്ലിക്കേഷൻ ഫീ വരുന്നില്ല. പക്ഷെ പ്രോസസ്സിംഗ് ഫീ ആയിട്ട് 500 രൂപ വരും. ഇനി ബാക്കിയുള്ളവരുടെ കേസിൽ പ്രിൻസിപ്പലിന് 2000 അപ്ലിക്കേഷൻ ഫീയും പ്രോസസ്സിംഗ് ഫീ 500, അങ്ങനെ 2500 രൂപയാണ് ടോട്ടൽ ഫീസ് വരുന്നത്. ദെൻ PGT, TGT 1500 രൂപ, PGT ആൻഡ് TGT 1500 രൂപ വരുന്നുണ്ട് അപ്ലിക്കേഷൻ ഫീ ആയിട്ട്. അതിന്റെ കൂടെ ഒരു 500 രൂപ കൂടി പ്രോസസ്സിംഗ് ഫീ വരുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 2000 ആണ് വരുന്നത്. ദെൻ നോൺ ടീച്ചിങ് സ്റ്റാഫിന് 1000 രൂപയാണ് അപ്ലിക്കേഷൻ ഫീ. ദെൻ പ്രോസസ്സിംഗ് ഫീ 500 രൂപ, അങ്ങനെ 1500 രൂപയാണ് ടോട്ടൽ ആയിട്ട് പേയ്മെന്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ നല്ല സാലറി ഉള്ള പോസ്റ്റുകൾ തന്നെയാണ് എല്ലാം. സാലറിയുടെ ഡീറ്റെയിൽസ് ഞാൻ ഇതിൽ ഷെയർ ചെയ്തിട്ടില്ല, നമുക്കതൊക്കെ പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനും അതോടൊപ്പം തന്നെ ലാസ്റ്റ് ഡേറ്റിലേക്ക് നിൽക്കരുത്. മാക്സിമം നമുക്ക് പറ്റുന്നത്രയും വേഗം തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്തില്ല. കാരണം സൈറ്റ് ജാം ആവുന്നുണ്ട്. ഇന്നലെ തന്നെ നോട്ടിഫിക്കേഷൻ വന്നത് തൊട്ട് തന്നെ ചെക്ക് ചെയ്യുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് സൈറ്റ് ജാം ആയിരുന്നു. അപ്പോൾ നേരത്തെ തന്നെ അപ്ലൈ ചെയ്യാനും പ്രിപ്പറേഷൻ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള അധ്യാപക അനധ്യാപക തസ്തികകളിലേക്കുള്ള വേക്കൻസികളെ കുറിച്ച് അറിയുന്നതിനായി നമ്മുടെ ചാനൽ മറക്കാതെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മൊബൈൽ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻസ് വരും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം. വീഡിയോ ലൈക്ക് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ കമന്റിൽ ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. കമന്റ് ആയിട്ട് നിങ്ങളൊന്ന് എഴുതിയാൽ മതി, റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. സിലബസിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.